ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാനിരിക്കുന്നത് എല്ലാവർക്കും പരിചിതമായ പക്ഷേ ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു വിഷയം, വാമ്പയർ. രക്തം കുടിക്കുന്ന ജീവികൾ, രാത്രിയിൽ മാത്രം സജീവം, സൂര്യപ്രകാശം കണ്ടാൽ ചിതറിപ്പോകും എന്നൊക്കെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം വെറും കെട്ടുകഥകളാണോ, അതോ ഈ കഥകൾക്ക് പിന്നിൽ യാഥാർത്ഥ്യമുണ്ടോ? നമുക്ക് നോക്കാം ഇന്ന്. വാമ്പയർ എന്ന ആശയം പഴയ യൂറോപ്യൻ കാലഘട്ടത്തിൽ നിന്നാണ് വന്നത്. അന്ന് രോഗങ്ങളെക്കുറിച്ച് അധികം അറിവില്ലാതിരുന്നതാൽ ഒരാൾ മരിച്ച ശേഷം ശരീരം നശിക്കാത്ത നിലയിൽ ജനങ്ങൾ അത് എന്തോ അതിഭൗതികമായ കാരണമായി വിശ്വസിച്ചിരുന്നു. അവരിൽ ചിലർ വിശ്വസിച്ചു മരിച്ചവൻ തിരികെ വന്ന് മറ്റുള്ളവരുടെ രക്തം കുടിക്കുന്നു എന്ന്. അങ്ങനെയാണ് വാമ്പയർ കഥകൾ തുടങ്ങുന്നത്. പിന്നീട് 1897 ബ്രാം സ്റ്റോക്കർ എഴുതിയ ഡ്രാക്കുള എന്ന നോവൽ ലോകം മുഴുവൻ പ്രശസ്തമായി. അവിടെ വാമ്പയർ ഒരു കറുപ്പും ഭയാനകവുമായ പ്രതീകവുമായി അവതരിപ്പിച്ചു. രാത്രിയിൽ മാത്രം ജീവിക്കുന്ന, മനുഷ്യരക്തം കുടിച്ച് അമരത്വം നിലനിർത്തുന്ന ജീവിയായി. അതാണ് ഇന്നത്തെ എല്ലാ വാമ്പയർ സിനിമകളുടെയും അടിസ്ഥാനം. പക്ഷേ ഇതെല്ലാം വെറും ഭയം മാത്രമല്ല. ആളുകൾക്ക് ആ കഥയിൽ ആകർഷണമുണ്ടായത് മറ്റൊരു കാരണവും കൂടിയുണ്ട്. അത് അമരത്വമാണ്. അതെ, മരിക്കാത്തത് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അമരത്വം തന്നെ. മനുഷ്യൻ എന്നാൽ എപ്പോഴും മരണം ഭയപ്പെടുന്ന ജീവിയാണ്. അതിനാൽ മരണത്തെ ജയിച്ച ജീവി എന്ന ആശയം നമുക്ക് ആകർഷകമാകും. പക്ഷേ അത് നമ്മളെ അതിനൊപ്പം പേടിപ്പിക്കുന്നതുമാണ്. ഈ വാമ്പയേഴ്സിനും ചരിത്രവുമായി ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 1800-കളിൽ യൂറോപ്പിൽ ചില ഗ്രാമങ്ങളിൽ വാമ്പയർ വേട്ട നടന്നതിന്റെ രേഖകളുമുണ്ട്. ജനങ്ങൾ കല്ലറ തുറന്ന് നശിക്കാതെ അഴുകാത്ത മൃതദേഹങ്ങൾ കണ്ടപ്പോൾ പേടിച്ച് അവയെ കത്തിച്ചു. പിന്നീട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ആ ശരീരങ്ങൾ നശിക്കാത്തത് അല്ലെങ്കിൽ അഴുകാത്തതിന്റെ കാരണം കാലാവസ്ഥയും ചില രോഗങ്ങളുമാണ്. ഉദാഹരണത്തിന് TB പോലുള്ള രോഗങ്ങളിൽ ശരീരത്തിന് രക്തസൂചനകൾ കാണാറുണ്ട്. അത് കണ്ടവർ വാമ്പയർ കുടിച്ച രക്തം എന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ ആ കഥകൾ അങ്ങോട്ട് പൂർണ്ണമായി നീണ്ടു നിന്നില്ല. വാമ്പയർ സിനിമകളിലൂടെ അത് പൂർണ്ണമായി മാറ്റം കണ്ടു. കൂടുതലായും വാമ്പയേഴ്സിന് ഒരു സ്വീകാര്യത ലഭിച്ചത് ഡ്രാക്കുള, അണ്ടർവേൾഡ്, ട്വിലൈറ്റ്, വാമ്പയർ ഡയറീസ്. ഈ സിനിമകൾ വാമ്പയറിനെ ഭയാനക ജീവിയല്ല, സ്റ്റൈലിഷ് കഥാപാത്രങ്ങളാക്കി മാറ്റി. ഇപ്പോൾ വാമ്പയർ എന്ന് കേൾപ്പോൾ ഭയം മാത്രമല്ല, കുറച്ചു കൗതുകം കൂടിയിരിക്കുന്നു. ചിലർക്ക് അത് പ്രണയത്തിന്റെയും വികാരത്തിന്റെയും പ്രതീകമായി തോന്നുന്നു. ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. വേറൊന്നുമല്ല, ഈ വാമ്പയറുകൾ യാഥാർത്ഥ്യമാണോ? തെളിവൊന്നുമില്ല. പക്ഷേ മനുഷ്യരുടെ മനസ്സിൽ വാമ്പയർ കഥകൾ ഇന്നും ജീവനോടെയുണ്ട്. കാരണം ഭയം എന്നതൊരു വികാരമല്ല, അതൊരു ആകർഷണമാണ്. നമ്മളൊക്കെ അല്പം അത്ഭുതത്തോടും സംശയത്തോടും കൂടി രാത്രി ആകാശത്തെ നോക്കാറുണ്ട്. ആ ഇരുട്ടിനുള്ളിൽ എന്തോ രഹസ്യം ഒളിച്ചിരിക്കുന്നത് പോലെ തോന്നും. അതാണ് വാമ്പയറുടെ യഥാർത്ഥ ശക്തി. അവർ മനുഷ്യരുടെ ഭയത്തിലും കൗതുകത്തിലും ജീവിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ വാമ്പയറുകൾ വെറും പുരാണ കഥയാണോ, അല്ലെങ്കിൽ ഒരിടത്ത് ഒരു സത്യം ഒളിച്ചിരിപ്പുണ്ടോ? കമന്റിൽ എഴുതൂ. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും കൂടി സംസാരിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു രഹസ്യ കഥയുമായി വീണ്ടും കാണാം.